കെട്ടിയ നിലയിൽ പെൺകുട്ടിയുടെ അസ്ഥികൂടം കണ്ടെത്തി. കയ്യിൽ കെട്ടിയ വാച്ചും വസ്ത്രങ്ങളും കണ്ട മൃതദേഹം പത്മലതയുടേതെന്ന് കുടുംബം തിരിച്ചറിഞ്ഞു. ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ കർണാടക CID കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും നാളുകൾക്ക് ശേഷം തെളിവില്ലെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി കേസ് അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് 56 ദിവസമാകുമ്പോൾ ബോഡിയാണ് കിട്ടുന്നത്. ബോഡിയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്കെലറ്റൻ മാതിരി മാത്രം ഉണ്ടായിരുന്നു, ഡിക്കേ ആയിട്ടുണ്ടായിരുന്നു ഫുള്ള് ബോഡി. നമ്മുടെ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് പുഴയിലായിരുന്നു. പാർട്ടിയിൽ നിന്നും പ്രഷർ പോയി CODക്ക് കൊടുക്കണമെന്നായി. പിന്നെ CODക്ക് കൊടുത്ത് അവർ തിരക്കുന്നുണ്ട്. ഇവിടെ വന്ന് ചോദിക്കാനും ഒരു ഇതില്ല. ലാസ്റ്റ് അവർ തെളിയപ്പെടാത്ത കേസെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു അച്ഛനെ. കേസ് നടത്തിപ്പിനിടെ ഉന്നതരിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും വലിയ ഭീഷണിയും സമ്മർദ്ദവും കുടുംബം നേരിട്ടിരുന്നു. മകൾക്കായി ഏറെക്കാലം നിയമപോരാട്ടം നടത്തിയ ദേവാനന്ദ് 5 വർഷം മുമ്പ് മരിച്ചു. സഹോദരൻ രവീന്ദ്രൻ ദുരൂഹ സാഹചര്യത്തിൽ ജോലി ചെയ്തിരുന്ന ബാങ്കിൽ ആത്മഹത്യ ചെയ്തു. പത്മലതയുടെ അമ്മ തങ്കമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട ബുളിയാറിലെ വീട്ടിൽ മകൾ ചന്ദ്രാവതിക്കൊപ്പം കഴിയുകയാണ്. ധർമ്മസ്ഥലയിൽ തെളിയാതെ പോയ നിരവധി ദുരൂഹമരണങ്ങളിലൊന്നാണ് പത്മലതയുടേത്. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ 40 വർഷം മുമ്പ് നടന്ന മരണം വീണ്ടും. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ ക്രൂരമായിട്ട് കൊല്ലപ്പെട്ട ഒരു മലയാളിയാണ് പത്മലത. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അച്ഛൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ധർമ്മസ്ഥലയെ ആര് പ്രതിനിധീകരിക്കണമെന്നുള്ള തീരുമാനിക്കുന്ന പ്രമുഖ വിഭാഗത്തിനെതിരെ വിരൽ ചൂണ്ടിയതിന് ഒരു അച്ഛന് നഷ്ടപ്പെട്ടത് സ്വന്തം മകളെയാണ്. പത്മലത എന്ന 17കാരി ക്ഷേത്രം ട്രസ്റ്റിന് കീഴിലുള്ള SDM കോളേജിലെ PU വിദ്യാർത്ഥിനി. നാടകത്തിലൊക്കെ വലിയ താല്പര്യമുള്ളവൾ തന്റെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടി തങ്ങളുടെ അധികാരത്തിന്റെ കോട്ട പൊളിക്കാൻ ശ്രമിച്ച ഒരു അച്ഛനെ നിശബ്ദനാക്കാൻ അവളുടെ സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞു കളഞ്ഞു ധർമ്മസ്ഥലയിലെ നരാധമന്മാര്. 1986 ഡിസംബർ 22 വീട്ടിൽ നിന്നുമാണ് പത്മലത SDM കോളേജിലേക്ക് യാത്രയായത്. ഏറെ സന്തോഷത്തോടെ പത്മലതയെ യാത്രയാക്കിയ ഈ ഒരു വീട് പിന്നീട് അവളുടെ ജീവനറ്റ ശരീരമാണ് ഏറ്റുവാങ്ങിയത്. കോളേജിൽ അന്ന് കലോത്സവം നടക്കുകയാണ്. നാടകത്തിനുള്ള പ്രാക്ടീസ് ഒക്കെ നേരത്തെ നടത്തി സമ്മാനം ഉറപ്പിച്ചാണ് അവൾ വീടിന്റെ പടിയിറങ്ങിയത്. വൈകിട്ട് അവൾ എത്താൻ വൈകിയപ്പോഴും അച്ഛൻ ദേവാനന്ദനും അമ്മയും കാര്യമായിട്ടുള്ള ആശങ്ക ഉണ്ടായിരുന്നില്ല. കലോത്സവമാണല്ലോ, മകൾ പരിപാടികളൊക്കെ കണ്ടിരിക്കുകയാകാമെന്നാണ് അവർ കരുതിയത്. രാത്രി ആയതോടെ അച്ഛൻ മകളെ തിരക്കിയിറങ്ങി. വഴിയിൽ വെച്ച് ബന്ധുവിനെ കണ്ടു. താൻ വന്നിറങ്ങിയ ബസ്സിൽ പത്മലതയും ഉണ്ടായിരുന്നു എന്ന് അയാളും പറഞ്ഞു. കോളേജിനടുത്ത് നിന്ന് ബസ്സിൽ അവൾ കയറിയതിന്റെ തെളിവായിട്ട് ബസ് പാസിൽ ഒപ്പിട്ട രേഖയും കണ്ടക്ടർ കാട്ടി. പിന്നാലെ ഉണ്ടായതൊക്കെ പതിറ്റാണ്ടുകളായിട്ട് ധർമ്മസ്ഥലയിൽ സർവ്വസാധാരണമായി മാറിയ കാഴ്ചകൾ. മകളെ കണ്ടെത്തി തരണമെന്ന് അപേക്ഷയുമായിട്ട് എത്തിയ പിതാവിന് മുന്നിൽ വാതിലടിച്ചു പോലീസും. പെങ്ങൾ ഒളിച്ചോടി പോയതാണെന്ന് സഹോദരനെ പറഞ്ഞ് കൈയൊഴിഞ്ഞു ഈ ഒരു കോളേജിലെ മാനേജ്മെന്റ്. 56 ദിവസത്തിന് ശേഷം ഒരു മീൻപിടുത്തക്കാരനാണ് ആ ഒരു വാർത്ത എത്തിച്ചത്. കൈകാലുകൾ കെട്ടിയ നിലയിൽ ശരീരത്തൊരു തുണ്ട് വസ്ത്രവുമില്ലാതെ മാംസം അടർന്നു മാറിയ ഒരു മൃതദേഹം ഈ ഒരു നേത്രാവതി പുഴയിൽ പൊങ്ങിയിരിക്കുന്നു എന്നുള്ളത്. തന്റെ മകളാകരുതേ എന്ന് 1000 ആവർത്തി ആഗ്രഹിച്ചെത്തിയ ദേവാനന്ദൻ എന്ന ആ അച്ഛന്റെ ഹൃദയം അവിടെ തകർന്നുപോയി. അഴുകിത്തീർന്ന ആ ശരീരത്തിലെ താൻ മകൾക്ക് സമ്മാനിച്ച വാച്ച് മാത്രം ഊർന്നു പോയിരുന്നില്ല. തങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു ഭയം ഒരു സമൂഹത്തിൽ ഒന്നാകെ പടർത്താനായിരുന്നു പത്മലതയെ അവർ കൊന്നൊടുക്കിയത്. രാഷ്ട്രീയ അധികാരം നിലനിർത്താനുള്ള പൈശാചികമായിട്ടുള്ള ഒരു കൊലപാതകം തങ്ങളുടെ അധികാരത്തിന് കോട്ടം തട്ടാതിരിക്കാനാണ് പത്മലതയെ കൊന്നൊടുക്കിയത്. പത്മലതയുടെ അച്ഛൻ ഒരു CPM കാരനായിരുന്നു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ഇവിടെ നിലനിന്നിരുന്ന ചില അസമത്വങ്ങൾക്കെതിരെ പ്രവർത്തിക്കണമെന്നും അതുപോലെ തന്നിലൂടെ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തീരുമാനിച്ചു. പലതവണ പലരും അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിക്കൊന്നും വഴങ്ങാതിരുന്നതായിരുന്നു പത്മലതയുടെ കൊലപാതകത്തിന് പിന്നിലെ കാരണം. പത്മലതയുടെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് അദ്ദേഹം ഇക്കാര്യവും വെളിപ്പെടുത്തി. ഇവരെല്ലാവരും ചേർന്ന് ബെൽത്താങ്കടി പോലീസ് സ്റ്റേഷനിലെ ആ ഒരു സമയത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പോയി. പക്ഷേ അവിടെ ആ ഒരു കംപ്ലൈന്റ് അവർ സ്വീകരിച്ചില്ല. ആ ഒരു പരാതി അവർ സ്വീകരിക്കാത്തതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നു. ഒടുവിൽ ഇവരുടെ ഒരു പ്രഷർ കാരണം ആ ഒരു പരാതി അവർ സ്വീകരിച്ചു. പത്മലതയുടെ കൊലപാതകത്തിന് വലിയ പ്രതിഷേധം തന്നെയാണ് ധർമ്മസ്ഥലയിൽ ഉണ്ടായത്. പാർലമെന്റിൽ വരെ ഈ ഒരു വിഷയം എത്തി. എന്നാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തി അവളുടെ സഹപാഠികളുടെ പ്രതിഷേധം ഈ ഒരു കോളേജ് മാനേജ്മെന്റ് അവസാനിപ്പിച്ചു. കേസ് CIDക്ക് കൈമാറി. ഒടുവിൽ പ്രതിയെ കണ്ടെത്തിയതായിട്ടും ഈ ഒരു ദേവാനന്ദനോട് പറഞ്ഞു.
പക്ഷേ 40 കൊല്ലമാകുമ്പോഴും കൊലപാതകളുടെയും കൊലയ്ക്ക് പിന്നിലുള്ളവരുടെ ആ ഒരു പേര് പുറത്തു വന്നിട്ടില്ല. ഇനി വരുമെന്നുള്ള പ്രതീക്ഷയും ഇവർക്കില്ല. 4 പതിറ്റാണ്ടാകുന്നു പത്മലത കൊല്ലപ്പെട്ടിട്ട്. വിപ്ലവകാരിയായിരുന്ന അച്ഛൻ ഒടുവിൽ ആരോടും സംസാരിക്കാതെയായി. സ്വന്തം മകളുടെ ഘാതകർ ആരെന്നു പോലും അറിയാതെ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അമ്മയുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അമ്മയാകട്ടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ മനസ്സിൽ ഇപ്പോഴും മകൾ എവിടെ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലോടുകൂടി തന്നെ പത്മലത കൊലക്കേസും വീണ്ടും ചർച്ചയാവുകയാണ് ഇപ്പോൾ. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായിട്ട് മാറിയിരിക്കുന്നത് ഈ ഒരു ധർമ്മസ്ഥലയിലെ സംഭവം. ഇതിന് കാരണമായിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് നടന്ന ഒന്നിലധികം കൊലപാതകങ്ങളും ലൈംഗിക അതിക്രമങ്ങളും അതുപോലെ സ്ത്രീകളെ കാണാതായ കേസുകളും എന്നിവരെ കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കേസ് അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. 1998-നും 2014-നും ഇടയിൽ 100-ലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായ ഒരു മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽപ്പെടുന്ന ധർമ്മസ്ഥല പെട്ടെന്ന് വിവാദ വിഷയമായി മാറിയത്. ക്ഷേത്ര നഗരത്തിലെ കൊലപാതകങ്ങളുടെ വേദനാജനകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് താൻ സംസ്കരിച്ച മൃതദേഹങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിലായിരുന്നു. ബലാത്സംഗത്തിന് കൊലപാതകത്തിന് വിധേയരായ സ്ത്രീകളുടെ മൃതദേഹങ്ങളായിരുന്നു അവയെന്നായിരുന്നു ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായിട്ട് അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫിക് തെളിവുകളും അയാൾ നൽകി. സ്കൂൾ യൂണിഫോമിൽ കുഴിച്ചിട്ട ലൈംഗിക പീഡനത്തിനിരയായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, ആസിഡ് ഒഴിച്ച് മുഖത്ത് പൊള്ളലേറ്റ 20 വയസ്സുള്ള ഒരു സ്ത്രീ എന്നിവരുൾപ്പെടെ ഈ ഒരു ഭയാനകമായിട്ടുള്ള കഥയിലെ ഇരകളുടെ കഥകളും അദ്ദേഹം വെളിപ്പെടുത്തി. 2014 ഡിസംബറിൽ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെയും കുടുംബത്തെയും സംസ്കരിക്കാൻ നിർബന്ധിച്ച ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരാൾ ആക്രമിച്ചതോടെയാണ് ഇയാൾ അവിടെ നിന്ന് പലായനം ചെയ്തത്. കുറ്റബോധത്താൽ അവിടെ നിന്ന് തിരിച്ചെത്തി ഇയാൾ വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കുറ്റവാളികൾക്ക് ധർമ്മസ്ഥലയിലെ ക്ഷേത്ര ഭരണകൂടവുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രദേശത്ത് ഗണ്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്നും അദ്ദേഹം ആരോപിച്ചു. തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്ന് ഭയന്ന് ഈ ഒരു പ്രതിയുടെ പേര് വ്യക്തമാക്കുന്ന ഒരു സീൽ ചെയ്ത കവർ സുപ്രീം കോടതി അഭിഭാഷകനായ KV ധനഞ്ജയ്ക്ക് അദ്ദേഹം സമർപ്പിച്ചതും റിപ്പോർട്ടുണ്ട്. ഞെട്ടിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ധർമ്മസ്ഥലയിലെ ക്ഷേത്ര ഭരണകൂടം അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം പുറത്തിറക്കി. ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ക്ഷേത്ര അതോറിറ്റി ന്യായവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണത്തിന് പിന്തുണ അറിയിക്കുകയും സത്യം പുറത്തു കൊണ്ടുവരും എന്നുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു.